യെസ്. സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്തിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സക്സസ് സ്റ്റോറീസ് ആണ് നമുക്ക് കൂടുതലായിട്ടും, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് മോട്ടിവേഷൻ സ്റ്റോറീസ് ആണ് കൂടുതലും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗ ടു റീച്ച് സക്സസ് എന്നതിനൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. വി ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ്, റൈറ്റ്? സോ ഇവിടെ സോ ഫാർ നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ രണ്ടിലും എന്തായിരുന്നു, വാസ് ദം സം സക്സസ് സ്റ്റോറീസ്, സക്സസ് സ്റ്റോറികളായിരുന്നു അതുണ്ടായിരുന്നത്. വാസ് ദ സക്സസ് സ്റ്റോറീസ് ഓർ ദ സ്റ്റോറീസ് ഓഫ് ഹാർഡ് വർക്ക്? അത് എന്ത് സ്റ്റോറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? സക്സസ് സ്റ്റോറീസ് ആയിരുന്നോ അതോ ഹാർഡ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ആയിരുന്നു അത്? Success and inspiring type of stories. Very good. Any other opinion? Any other suggestions? വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും? ഇല്ല. Okay. So success stories ആയിരുന്നു. എങ്ങനെ നമുക്കും കൂടെ വർക്ക് ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്യാം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കത് മനസ്സിലായി. So AIDS first speech ൽ നമ്മൾ പറഞ്ഞപ്പോൾ it has some relation with our life also. പക്ഷെ നമ്മൾ എപ്പോഴും പേടിച്ചിരിക്കുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും മാറി he was daring enough to do, അല്ലെ? ഭയങ്കര കറേജിയസ് ആയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇബ്രഹാം ലിങ്കൺ തന്റെ ഫസ്റ്റ് സ്പീച്ച് നടത്തിയത്. ആ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം, കറേജ് ഉണ്ടാവണം, നല്ല സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി. And coming to the second chapter, his first flight by Liam O'Flaherty. അവിടെ യങ് സീഗളിന്റെ ലൈഫിലൂടെ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചേ? We understood that നമുക്ക് അതിൽ നിങ്ങൾ എങ്ങനെ പഠിച്ചേ? There should be എന്തുണ്ടാവണം എന്നാ പറഞ്ഞേ? We should have two things പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? എന്തൊക്കെയാ പറഞ്ഞേ? Self esteem and self reliance, self confidence ഇതൊക്കെ ഉണ്ടാവണം. നമ്മുടെ യങ് സീകളിൽ ഫിയർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവന് പറക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അവന് പറക്കുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, അത് അവന് ആവശ്യകതയായി മാറിയപ്പോഴാണ് എന്തായത്, ഫുഡിന് വേണ്ടിയിട്ട് മാഡനായി കഴിഞ്ഞ് അതൊരു ആവശ്യമായി മാറിയപ്പോഴാണ് he made his very first attempt to fly എന്ന് പറയുന്നത്, അല്ലെ? സോ നമുക്കൊരു ആവശ്യമുണ്ട്, അതെനിക്ക് വേണം, എനിക്ക് ഡിസയർ ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? we can come forward എന്നതൊക്കെയാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായത്. Now we told that third chapter will be a speech, and that speech is by none other than Dr. APJ Abdul Kalam, and the title of the chapter is I Will Fly. So what is the title of the chapter? I Will Fly. Okay. So first of all, we will analyze the title of the chapter, I Will Fly. So what is the first image that comes to your mind when I tell this thing, I will fly? I will fly എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കാര്യം എന്താണ്? What is the first image or first idea that comes to your mind when I speak I will fly or you read I will fly? എന്താണ്? I want all your responses type ചെയ്തിടുക കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേണ്ടവർക്ക് അങ്ങനെ പറയാം, ടൈപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ക്വിക്ക് ആയിട്ടൊന്ന് ടൈപ്പ് ചെയ്തേ. വാട്ട് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് കം ടു യുവർ മൈൻഡ്? മേ ബി എന്തെങ്കിലും ഇമേജസ് ആവാം, അല്ലെങ്കിൽ ചില ഐഡിയാസ് ആവാം, ചിലപ്പോൾ ചില ബുക്കുകളാവാം, ചില വ്യക്തികളാവാം, അല്ലെ? ഓക്കെ, വിങ്സ് ഓഫ് ഫയർ, ഹാഷിർ, വെരി ഗുഡ്. നെക്സ്റ്റ്, ഹാഷിറിന് മാത്രമേ ഐഡിയ ഉള്ളൂ? അദ്ന VP, അച്ചീവിംഗ് ഡ്രീംസ്, വെരി ഗുഡ് അദ്ന. My first flight experiences, okay, very good Lalu. Wings, Rahana, okay, good. Sky, very good. Birds, Maisha, that's good. Yeah, quickly type quickly, each one of you. Achieving aim, Nita, good. Being successful, dream. Justin, what was that? Oh, okay, aeroplane, right. Oh, helicopter, okay, fine. Reach heights. Yeah, very good. Thank you for that. So I will fly എന്ന് പറയുമ്പോൾ what I thought first was the same things that you were speaking about. എനിക്ക് I will fly എന്ന് പറയുമ്പോൾ ബേർഡ്സിനെ ആയിരുന്നു ഫസ്റ്റ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. And I still think that I can be a bird. What if I become a bird എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. ബേർഡ്സ് ആവുമ്പോൾ ഇങ്ങനെ വെറുതെ പറന്ന് നടന്നാൽ മതിയല്ലോ, അടിപൊളിയാണല്ലോ ലൈഫ് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്.
So fly എന്ന് പറയുമ്പോൾ for me it's always the birds that come to my mind. അതുപോലെ തന്നെ നവനീത് പറഞ്ഞ പോലെ സ്കൈയും ആണ് എനിക്ക് മനസ്സിൽ വരാം. bird and the sky, the bird in the sky എന്നുള്ള ഒരു image ആ വരാം. So similarly അങ്ങനത്തെ images തന്നെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. So എന്തുകൊണ്ടായിരിക്കും fly എന്ന് പറയുമ്പോൾ നമ്മൾ ബേർഡ്സിനെയും അല്ലെങ്കിൽ സ്കൈയിനെയോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ തന്നെ എയ്റോപ്ലെയിൻസിനെയോ ഹെലികോപ്റ്റേഴ്സിനെയൊക്കെ ആലോചിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? Because they are always above us അല്ലെ? നമ്മളെക്കാൾ മുകളിലായിട്ടാണ് നമ്മൾ അവരെ എല്ലാവരെയും കാണുന്നത്. അവരെവിടെയോ ഹൈറ്റ്സിലാണ് എന്നുള്ള തോന്നലാണ്. നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും ദൂരത്തിൽ അല്ലെങ്കിൽ അത്രയും ഉയരത്തിൽ അവർ എത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലാണ് അല്ലെ? അങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നാറുള്ളത്? Is that? യെസ്. സോ അതുകൊണ്ടാണ് നമുക്ക് അതുപോലെ ഉയരത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് ഐ വിൽ ഫ്ലൈ അല്ലെങ്കിൽ ഫ്ലൈ എന്നുള്ള വേർഡ് കേൾക്കുമ്പോഴേക്കും തന്നെ നമുക്ക് എയ്റോപ്ലെയിൻ അല്ലെങ്കിൽ ഒരു ബേർഡ് അല്ലെങ്കിൽ സ്കൈ ഒക്കെ ഓർമ്മ വരുന്നത്. സോ ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഈ ഒരു സ്പീച്ചിന്റെ ടൈറ്റിൽ ഐ വിൽ ഫ്ലൈ എന്നതുകൊണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം തീർച്ചയായിട്ടും എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ he might be intending to give us an idea regarding success അല്ലെ? സക്സസ് എന്ന വേർഡ് കേൾക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഉയർന്ന ഒരു സംഭവത്തെയാണോ ഓർമ്മ വരുന്നത്? നമ്മൾ ഇവിടെ ഒരു ഹൈറ്റിൽ എത്തിയ പോലെയാണോ? നമ്മൾ നമ്മളെ തന്നെ ഒരു ഹൈറ്റിൽ പ്ലേസ് ചെയ്ത പോലെയാണോ നിങ്ങൾക്ക് തോന്നാറുള്ളത്? ആണോ? എനിവൺ അങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ തോന്നാറുള്ളത് ട്ടോ. ഞാൻ സക്സസ് ആവുക എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ കുറച്ചൊരു ഹൈറ്റിൽ കൊണ്ടുപോയി നിർത്തുന്ന ഒരു ഇമേജ് ആണ് എനിക്ക് വരാറുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? Do you guys feel something like that? Yes or no? ഇല്ലേ? അങ്ങനെ ഭാവന ഉള്ള ആൾക്കാർ ആരും ഇവിടെ ഇല്ലേ? ഉണ്ട്. അൽഫയ്ക്ക് ഉണ്ട്. ഓക്കെ. ജുമാന ഉണ്ട്, രഹന ഉണ്ട്. ഓക്കെ നൈസ്. സോ എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നുന്നു. ഞാൻ സക്സസ് ആയി എന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ഷോൾഡേഴ്സ് ഒക്കെ ഒന്ന് നിവർത്തി ഞാൻ എവിടെയോ ഒരു ഹൈറ്റിൽ കയറി നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് വരാറുള്ളത്. Okay, so the same thing is here. So I will fly എന്ന് പറയുമ്പോൾ Dr. APJ Abdul Kalam is speaking that you have to reach success or you will reach success, and that reaches the success is at a height that we dream for. നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ഉയരത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. That is why he might have used the title I will fly. ഞാൻ പറന്നു ഉയരും. നമ്മൾ പറക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ ചേർക്കുന്ന വേർഡ് എന്താണ്? പറന്ന് താഴും എന്നല്ലല്ലോ നമ്മൾ പറയാറുള്ളത്. We tell that we will fly high അല്ലെങ്കിൽ പറന്നുയരും എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ? So that is the same thing here. It is about. So first idea തന്നെ കിട്ടി. This whole chapter is about what? About success. Is that clear? Okay. Now we'll speak about Dr. APJ Abdul Kalam. Who is Dr. APJ Abdul Kalam? I want each one of you to give at least 1 point. Wait. I want each one of you to give at least 1 point about Dr. APJ Abdul Kalam. Type immediately, each one of you. I can see over 40 students here. Each one should give me. Okay, president, missile man, former president. Okay, author, teacher. Yes, very good. Teacher, yes. Variety ആയിട്ടുള്ളതൊക്കെ വരട്ടെ. Speaker ആണ്. Very good. Missile man, author, writer, president. Okay, teacher. Anything else? ഇത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? Inspiration, politician, scientist. Okay, very good. Human. Okay, scientist, doctor, aero scientist. Good. An unending, inspiring life. Very good, Lalu. Of course, he is an unending, inspiring human. Okay, so what you have told is all right about Dr. APJ Abdul Kalam. Dr. APJ Abdul Kalamine അറിയാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? Is there anyone who does not know APJ Abdul Kalam? ഇല്ല അല്ലേ? So, ഇല്ല. Okay, good. So, first of all, I'll speak of Dr. APJ Abdul Kalam as the 11th President of India. So, he was the 11th President of India. ഞാൻ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? He was the 11th President of India. ഏത് ടൈം പീരീഡ് ആണ്? ഏത് വർഷം മുതലാണെന്ന് ആർക്കെങ്കിലും അറിയോ? Anyone?
Okay, he became the 11th president of India in 2002 and until 2007. 2002 തുടങ്ങി 2007 വരെയായിരുന്നു he became the president of India. And where was he born? Which place was he born to? Rameshwaram. Yeah, Rameshwaram. Where is Rameshwaram? Yeah, Rameshwaram in Tamil Nadu. Okay, so he was born in Rameshwaram, Tamil Nadu. He was the 11th president of India, that is 2002 to 2007. And നേരത്തെ ആരോ മെൻഷൻ ചെയ്തിരുന്നു he is an aerospace scientist. Aerospace engineering ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. He became an aerospace scientist and for over 4 decades എന്ന് പറയുന്നത് 40 വർഷക്കാലത്തോളം he worked in DRDO and ISRO. DRDO എന്ന് പറയുന്നത് Defense Research and Development Organization എന്ന് പറയുന്ന ഡിഫൻസ് നമ്മുടെ നേഷന്റെ ഡിഫൻസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ISRO will be very familiar to you, right? Yes, what is ISRO? Okay, yes, Indian Space Research Organization. So over 4 decades, 40 വർഷത്തോളം he worked at DRDO and ISRO. By profession, he was an aerospace engineer and aerospace scientist. Okay. He is often known as, ഒരാൾ പറഞ്ഞിരുന്നു, he is often known as what? He is known as the missile man of India. എന്തുകൊണ്ടാണ് missile man of India എന്ന രീതിയിൽ അറിയപ്പെട്ടത്? നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെല്ലാം വർക്ക് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ISROയിലെല്ലാം വർക്ക് ചെയ്ത സമയത്തും ഹി പ്രൊഡ്യൂസ്ഡ് മിസൈൽസ് ഒക്കെ പ്രൊഡ്യൂസിങ്ങും അതിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിലെ റിസർച്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദാറ്റ് ഈസ് വൈ ഹി കെയിം ടു ബി നോൺ ആസ് the missile man of India. He is also known as People's President. എന്താണ് People's President? Because എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ പാർട്ടിയും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഒരുപോലെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു പൊളിറ്റിക്കൽ വ്യക്തി എന്നല്ല, ഹ്യൂമൻ ആയിരുന്നു. ആരെ പറ്റിയാ പറയുന്നത്? ഡോക്ടർ APJ Abdul Kalam. Yeah, so he was also often known as the People's President. And he achieved many accolades including Bharat Ratna. Bharat Ratnയുടെ പ്രത്യേകത എന്താണ്? That is India's highest civilian honor. അതും പോലും ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഡോക്ടർ APJ Abdul Kalam. Right. ഇനി ഡോക്ടർ APJ Abdul Kalamന്റെ ഫുൾ നെയിം എന്തായിരുന്നു? Okay, very good. എല്ലാവർക്കും അറിയോ അത്? അറിയാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? No. Okay. So you have to note down these points. He was born in Rameshwaram, Tamil Nadu. He was an aerospace engineer. He started as an aerospace engineering. He was an aerospace scientist. He worked for almost 4 decades in DRDO and ISRO. He was the 11th president of India. He is known as Missile Man of India, People's President. And finally, one thing is, he came from a very poor background. അല്ലേ? ഭയങ്കര poor backgroundൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. എത്രയോ പൊളിറ്റിക്കലി അയാൾ പ്രസിഡന്റ് ആയ സമയത്ത് അദ്ദേഹം പ്രസിഡന്റ് ആയ സമയത്തും he was not an ardent fan of money. ഒരുപാട് പൈസ ഉണ്ടാക്കണം, സമ്പാദിച്ചു കൂട്ടണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. നമുക്ക് പല പ്രസംഗങ്ങളിൽ പലരുടെയും മോട്ടിവേഷൻ ടോക്സിലൊക്കെ നമ്മൾ കേൾക്കാറുള്ള ഒരു കേന്ദ്ര കഥാപാത്രം തന്നെയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എത്രയോ പൈസ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അയാൾ ഹൈ ലെവലിൽ എത്തിയിട്ടും അയാൾക്ക് എത്ര ജോഡി ഡ്രസ്സാണ് ഉണ്ടാവാറുള്ളത്? 2 അല്ലെങ്കിൽ 3 ജോഡി ഡ്രസ്സ്, അതും എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ആയിരുന്നു അദ്ദേഹം ധരിച്ചുകൊണ്ടിരുന്നിരുന്നത് അല്ലെ? നമുക്ക് അദ്ദേഹത്തിന്റെ സ്പീച്ചുകളൊക്കെ എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ എടുത്തു നോക്കിയാലൊക്കെ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. സോ ഹി വാസ് എ വെരി ജെന്യുവൻ പേഴ്സൺ. എന്തായിരുന്നു? വെരി ഗ്രീഡി ഒന്നും ആയിരുന്നില്ല അല്ലെ? അയാള്
ഒരു ഹൈറ്റിൽ എത്തി, ഒരു അത്രയും ഹയർ പൊസിഷനിൽ എത്തി എന്നതിന്റെ ഒരു അഹംഭാവം ഒന്നുമില്ല. ഭയങ്കര ലളിതമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇപ്പൊ ആരോ പറഞ്ഞതുപോലെ തന്നെ such an inspiring personality he was. അല്ലെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഡോക്ടർ APJ അബ്ദുൽ കലാം such an inspiring person ആണ് എന്നുള്ളത്? Yes, okay. Nasrin yes പറഞ്ഞിട്ടുണ്ട്. Okay, good. Yes, okay, fine. So that is about Dr. APJ Abdul Kalam. ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഒരു പക്ഷെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അറിയുമായിരിക്കും. എന്നിരുന്നാലും ലാസ്റ്റ് ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാം. Yeah, his wage was only 1 rupee when he was in the position of president. Yes, right, that is true. And then he has contributed much for students. He have contributed much for the youth. അല്ലെ, യുവജനങ്ങൾക്ക് വേണ്ടി, കുട്ടികളെ അദ്ദേഹം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലെ, കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ എപ്പോഴും എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സ്കൂളുകളിലൂടെയും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്ക് APJ അബ്ദുൽ കലാമിനെ കാണാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്പീച്ചസ് എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. അല്ലെ, അങ്ങനെ finally when he was delivering a lecture at Indian Institute of Management at Shillong, he died on 27th July 2015. 27 July 2015 ഷില്ലോങ്ങിലെ ഒരു യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന അവിടെ ലെക്ചറിന് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ he just started his lecture. It was just 5 minutes എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ലെക്ചർ തുടങ്ങിയിട്ട്. and that time what happened? He died out of sudden cardiac arrest. പെട്ടെന്ന് cardiac arrest ഉണ്ടായിട്ട് അവിടെ സ്പീച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം യുവജനങ്ങളെ, യൂത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മൊമെന്റിലാണ്. അദ്ദേഹം ആഗ്രഹിച്ചതും അങ്ങനെ തന്നെ ആയിരിക്കാം ഒരു പക്ഷെ, അല്ലെ, തനിക്ക് എപ്പോഴും കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതും ആ ഒരു ലാസ്റ്റ് മൊമെന്റ് വരെ അദ്ദേഹം കുട്ടികളോട് കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. and on 27 July 2015 he died also. So that is a light or a brief idea about Dr. APJ Abdul Kalam. Is it clear to you? Okay. Any coming to his works, have you gone through any of his works? Have you read any of his works? Yes, okay. Which is the work you have read? Life on Fire ആണോ? Life on Fire ആണോ? Wings of Fire ആണ് APJ അബ്ദുൽ കലാമിന്റെ മോസ്റ്റ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള വർക്ക്. It is his autobiography. Okay. So APJ അബ്ദുൽ കലാമിന്റെ autobiography എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മകഥ, അല്ലെ, ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ. ഒരു മസ്റ്റ് റീഡ് ബുക്കാണ്. അതും കറക്റ്റ് നിങ്ങളുടെ ഏജിൽ തന്നെ നിങ്ങൾ അത് വായിക്കണം. ഒരു 8th 9th 10th ആ ഒരു ടൈം ഉണ്ടല്ലോ, 8th 9th എന്നുള്ള ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ വായിക്കേണ്ടിയിരുന്ന വർക്കാണ് വിങ്സ് ഓഫ് ഫയർ. ഇനി ആരെങ്കിലും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ആ ബുക്ക് നിങ്ങൾ സംഘടിപ്പിക്കുക. ബുക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ PDF കോപ്പീസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും വെബ്സൈറ്റിൽ. നിങ്ങൾ അത് കണ്ടുപിടിക്കുക ആൻഡ് റീഡ് ദാറ്റ് ബുക്ക്. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾ അതിന് കുറച്ചൊരു സമയം, നിങ്ങൾ ലെഷർ ടൈം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന കുറച്ച് സമയം അതിന് സ്പെൻഡ് ചെയ്തിട്ട് യു ഹാവ് ടു റീഡ് ദിസ് ബുക്ക് വിങ്സ് ഓഫ് ഫയർ. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ അതാണ് വൺ ഓഫ് ഹിസ് ഫേമസ് വർക്ക്. പിന്നെ ഉള്ളത് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നുള്ളതും അതും ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വായിക്കേണ്ടിയിരിക്കുന്ന, ദാറ്റ് ഈസ് അതിനൊരു ബൈലൈൻ ഉള്ളത് എന്താന്ന് വെച്ചാൽ, സബ് ഹെഡിങ് ഉള്ളത് അൺലിഷിംഗ് ദ പവർ വിത്തിൻ ഇന്ത്യ. ഇന്ത്യയിലെ പവറിനെ പറ്റിയിട്ടാണ്. ആൻഡ് ഹി സ്പീക്സ് ദാറ്റ് ഇന്ത്യയുടെ പവർ എന്ന് പറയുന്നത് അവിടുത്തെ യൂത്ത് ആണ് എന്ന് പോലും ആര് പറയുന്നുണ്ട്? ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്. So I think about him it is almost enough. I think you are familiar with him, you are clear with what I have said, right? So shall we move on to the chapter? Okay, so നമ്മൾ പറഞ്ഞു ഇതൊരു സ്പീച്ച് ആണ്. ഈ സ്പീച്ചിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആവാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് യുണീക്ക് ആവാം. യുണീക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തരാവാം, അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാം എന്നതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇത് അദ്ദേഹം ഒരു പരിപാടിക്ക് വേണ്ടി കുട്ടികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് നടത്തിയിട്ടുള്ള ഒരു സ്പീച്ച് ആണ്. ഓക്കെ,
സോ ആ സ്പീച്ചിന്റെ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഐ ക്യാൻ ഷെയർ ചെയ്താലും നിങ്ങൾക്ക് ചിലപ്പോൾ വോയിസ് കേൾക്കാൻ പ്രയാസം ഉണ്ടാവും. ഓക്കെ, എനിവേ ഇഫ് പോസിബിൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. യു ക്യാൻ ലിസൺ ടു ദാറ്റ് ഓൾസോ. സോ ഫസ്റ്റ് വിൽ മൂവ് ടു ദ ചാപ്റ്റർ. ഓക്കെ, റെഡി? When I wish upon a star, makes no difference who I am. Anything my heart desires will come to me. So, ഇത് തുടങ്ങിയിട്ടുള്ളത് ചെറിയൊരു 4 ലൈനിലുള്ള ഒരു പോയം പോലെ ഒരു സംഭവത്തിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. What is he saying? When I wish upon a star, makes no difference who I am. Anything my heart desires will come to me. So, ഇവിടെ എന്താണ്? സക്സസ് എങ്ങനെ എത്തിപ്പെടാം, അല്ലെ സക്സസ്ഫുൾ ആവാം എന്ന് തന്നെ ഭയങ്കര അർത്ഥങ്ങളുള്ള ഒരു ലൈൻസ് ആണ് അല്ലെ. ഈ 4 ലൈൻസിൽ ഒരുപാട് മീനിങ്സ് ഉണ്ട്. യു ക്യാൻ റീഡ് ഇറ്റ് ഫ്രം എനി കോർണർ. ഇവിടെ പറയും when I wish upon a star, ഞാനൊരു നക്ഷത്രത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ നക്ഷത്രം എന്ന് വെച്ചിട്ടുണ്ടാവുക? ഞാനൊരു ഫ്രൂട്ടിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു മരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയാതെ എന്തുകൊണ്ടായിരിക്കും? Why he kept the word star there? It is something impossible to get. അല്ലെ, നമുക്ക് തോന്നലുണ്ട് അല്ലെ, it is something impossible to get, something very hard to get. നമുക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. മാത്രവുമല്ല, അതെവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ തൊട്ടടുത്താണോ? തൊട്ടുമുകളിലാണോ? അല്ല, it is far above us. ഒരുപാട് ഉയരങ്ങളിൽ ഇരിക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാർ എന്ന് പറയുന്നത്. So when I wish upon a star, അത്രയും ദൂരത്തുള്ള, അത്രയും ഹൈറ്റിലുള്ള, നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് നമുക്ക് ഉറപ്പുള്ള ആ സ്റ്റാറിനെ എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ അത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, it makes no difference who I am. ഞാൻ ആരാണ് എന്നതിൽ പോലും അതിലൊരു കോംപ്രമൈസ് വരില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് എത്തിപ്പെടാൻ കഴിയും. പക്ഷെ എന്താണ്, അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും വരാനൊന്നും പോകുന്നില്ല. ഞാൻ ആരാണ് എന്നുള്ളതിൽ അവിടെ ഒരു സംശയവും വരാൻ പോകുന്നില്ല. ഞാനിപ്പോ എനിക്കധികം ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി ആയിക്കോട്ടെ, അധികം വിദ്യാഭ്യാസം ഞാൻ നേടിയെടുത്തിട്ടില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അതിനുള്ള ഫിസിക്കലി ഞാൻ ഫിറ്റ് അല്ല, എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഞാൻ വരുന്നത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിക്കോട്ടെ, അതൊന്നും അവിടെ ഒരു പ്രശ്നമാവില്ല. എങ്ങനെയാണെങ്കിൽ anything my heart desires will come to me. ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു, എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു, വെറുതെ ആഗ്രഹിക്കുന്നതല്ല. നമ്മളിപ്പോ എനിക്കിപ്പോ ഒരു ഐസ്ക്രീം കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ആ ഒരു സംഗതി ഒന്നല്ല, ഡീപ്പായിട്ട്, ഇമ്മൻസ് ആയിട്ട്, അത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതിലേക്ക് എനിക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ അതെനിക്ക് നേടിയെടുക്കണം എന്ന രീതിയിൽ അതിനെ ഭയങ്കര ardent ആയിട്ട് അല്ലെ, തീവ്രമായിട്ട് നമ്മളുടെ ഹാർട്ട്, നമ്മുടെ മൈൻഡ് അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, then what will happen? What will happen? Anything my heart desires will come to me. അതെന്റെ അടുത്തോട്ട് വരിക തന്നെ ചെയ്യും. നമ്മൾ അങ്ങോട്ട് പോലും പോകേണ്ട ആവശ്യം വരില്ല അല്ലെ. It will come to us. അതാണ് പറയുന്നത്. ഞാനൊരു നക്ഷത്രത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വെറുതെ ആഗ്രഹിച്ചാൽ പോലെ ആ നക്ഷത്രത്തെ എനിക്ക് വേണം എന്ന രീതിയിൽ ഞാൻ അത്രയും ഡീപ്പായിട്ട് തന്നെ from my heart, deep from my heart ഞാൻ അതിന് wish ചെയ്യുന്നുണ്ടെങ്കിൽ it will come to me എന്നാണ് പറഞ്ഞത് അല്ലേ. അതുപോലെ തന്നെ പൗലോ കൊയ്ലോന്റെ ഒരു വേർഡ്സ് ഇല്ലേ, anything can be achieved, എന്തായിരുന്നു അത്? with the whole world conspires അല്ലേ. നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യമാണെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് the whole universe തന്നെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെല്ലാം നമുക്ക് വഴിയൊരുക്കി തരും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഇവിടെ പറയുന്നത്. നമുക്കൊരു ഇവിടെ സ്റ്റാർ എന്നുള്ളത് സക്സസുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് വായിക്കുക. സ്റ്റാർ is equal to success എന്ന് കൊടുത്താൽ when I wish upon success, എന്താണ്, ഞാൻ ആരാ എന്നുള്ളതൊന്നും അവിടെ ഒരു പ്രശ്നമായി മാറൊന്നുമില്ല. എൻ്റെ ഹൃദയം എന്താണോ, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എന്താണോ വിചാരിക്കുന്നത്, അവിടെ തന്നെ ഞാൻ എത്തിപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ ഒരു സ്പീച്ച് തുടങ്ങുന്നത്. ക്ലിയർ ആണോ? Shall we move on to the speech? Yes, okay. So he is addressing the students. എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? Dear friends എന്നാണ് പറയുന്നത്. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, കുറേ വിദ്യാർത്ഥികളാണ് അവിടെ കൂടിയിരിക്കുന്നത്, അവരെങ്ങനെയാണ് വിളിക്കുന്നത്? Dear friends എന്നാണ് പറയുന്നത് അല്ലേ. I realize how
the contributions of the youth in the past have continuously contributed to the world of today in many fields. I would like to assert that no youth today needs to fear about the future. Why? The ignited mind of the youth is the most powerful resource on the earth, under the earth, and above the earth. Dear young friends, I would like to talk to you on the topic "Am born with wings." So let's see the first paragraph. So he addresses the students as dear friends, and he starts abruptly saying that I realize how the contributions of youth in the past have continuously contributed to the world of today. അവിടെ എന്താ പറയുന്നത്? യൂത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, വേൾഡ് പറയുന്നുണ്ട്, പക്ഷെ പാസ്റ്റിലുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻസും പറയുന്നുണ്ട്. പ്രസന്റിലെ കോൺട്രിബ്യൂഷൻസ് അല്ല പറഞ്ഞ, പാസ്റ്റിലെ കോൺട്രിബ്യൂഷൻസ്. അപ്പൊ എന്തായിരിക്കും അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത്? നമുക്ക് തൊട്ട് മുന്നേ ജീവിച്ചിട്ടുണ്ടായിരുന്ന യുവതലമുറ, അതായത് നമ്മളിപ്പോ യൂത്തിലാണ്, പക്ഷെ നമ്മുടെ തൊട്ടു പുറകിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന യൂത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ലോകത്തിനെ, നമ്മുടെ ഹോൾ വേൾഡിനെ ഇതുപോലെയാക്കി മാറ്റാൻ, ഇപ്പോൾ കാണുന്നത് പോലെയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? They have contributed immensely. അവർ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന യൂത്ത്സിന്റെ കോൺട്രിബ്യൂഷൻസിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വേൾഡിനെ ഇങ്ങനെ അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് വേണ്ടെന്ന് പറയുന്നത്? So I realize how the contributions of youth in the past have continuously contributed to the world of way in many fields. ഓരോ മേഖലകളിലും എന്താണ് കഴിഞ്ഞുപോയ യൂത്ത്, കഴിഞ്ഞുപോയ യുവതലമുറ അതീവമായി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. So I would like to assert that no youth need to fear about the future. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന ഒരു യുവാവും അല്ലെങ്കിൽ ഒരു യുവതിയും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള യുവതലമുറ ഒരു കാരണവശാലും അവരുടെ ഭാവിയെ ഓർത്തുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് പറയുന്നത്? നമ്മുടെ കഴിഞ്ഞ തലമുറ എന്തൊക്കെയോ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇനിയുള്ള തലമുറ ഭാവിയെ പറ്റി പേടിക്കേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ടായിരിക്കും? അവർ കോൺട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ട് ഇപ്പോഴുള്ള യൂത്ത് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്, ഫ്യൂച്ചറിനെ പറ്റി പേടിക്കേണ്ട കാര്യമില്ല പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? Someone please tell me. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക? Anyone? Any idea? Any clue? Any guesses? Any suggestions? ഉണ്ടോ? Someone please unmute and speak. Or you can type. Give me any responses regarding that. ആ രണ്ട് ലൈൻ ഒന്ന് വായിക്കുക. ആ രണ്ട് സെന്റൻസ് മാത്രം, ഫ്യൂച്ചർ വരെയുള്ള രണ്ട് സെന്റൻസ് ഒന്ന് വായിച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ APJ അബ്ദുൽ കലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതൊന്ന് പറയൂ. ഹലോ, നിങ്ങൾ അവിടെ ഇല്ലേ? ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറന്നുപോയോ? നൗ someone speak. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ APJ അബ്ദുൽ കലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് നമ്മുടെ ക്ലാസ്സിന് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകണ്ടേ? അല്ലാണ്ട് ഞാൻ മാത്രം ഇവിടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. അതുകൊണ്ടാ നിങ്ങളും കൂടെ സംസാരിക്കുന്ന സമയത്ത് it will be interesting for me to take the class also. So you give me some comments about that. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ട്? ഒരു വൈൽഡ് ഗെസ് താ someone. Okay, Jumana, you can give me a wild guess about that. Why might Dr. APJ Abdul Kalam speak that, right like that? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? Why could have he spoken that way? നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ റെസ്പോണ്ട് ചെയ്യാത്തത്? അങ്ങനെയാണോ? ഗസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ റെസ്പോൺസ് തരാത്തെ? യെസ്, ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണ്. അത് നിങ്ങൾ പറയണം, അറിയത്തില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, സോ ഓക്കെ, ഐ വിൽ ടെൽ യു. അതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഹി വാസ് സ്പീക്കിംഗ് ദാറ്റ് നമ്മുടെ കഴിഞ്ഞു പോയ പാസ്റ്റിൽ ഉണ്ടായിരുന്ന യൂത്ത് ഒരുപാട് നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ട് ഇനി ആൻഡ് ഹി സേസ് ദാറ്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള യൂത്ത് ഇനി ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണ്ട എന്നാ പറയുന്നത്? ഫിയർ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. സോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ബിക്കോസ് ഒരു കാര്യം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, നമ്മുടെ ന്യൂ യൂത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ യൂത്തിന്റെ പിൻഗാമികളാണ്. തീർച്ചയായിട്ടും അബ്ദുൽ കലാം മനസ്സിലാക്കിയിട്ടുണ്ട് യൂത്ത് എപ്പോഴും എനർജറ്റിക് ആണ്, ഫുൾ ഓഫ് എന്തൂസിയാസം ആണ്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും എന്തായി പോയില്ല എന്നറിയാം,
അവരെല്ലാം ലേസി ആയി പിന്നോട്ട് പോകുന്ന ആൾക്കാരാവില്ല. ആ യൂത്ത് എന്തായാലും എങ്ങനെയായിരിക്കും എന്നാ പറയുന്നത്, they will contribute the same way എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ they should not fear about the future. അപ്പൊ ഭാവിയിൽ ഇനി എന്ത് സംഭവിക്കും എന്നതിനെ പറ്റി അവർ ഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ യൂത്ത്സ് അടുത്തൊരു യൂത്ത്സിന് വേണ്ടിയിട്ട് വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ബേജാറാവണ്ട. ഓക്കെ, ഫ്യൂച്ചറിനെ പറ്റിയിട്ട് പേടി വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. Is that clear? So we'll read what is his explanation. Dr. APJ Abdul Kalam തരുന്ന explanation എന്താണെന്ന് വായിക്കാം. The ignited mind of the youth is the most powerful resource on the earth, under the earth and above the earth. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഇനി ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? The ignited mind of the youth. Ignited എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by ignited? ജ്വലിക്കുക ആണ് അല്ലെ. കത്തുന്ന മൈൻഡ്സ് ആണ് ആർക്കുള്ളത്? ജ്വലിക്കുന്ന മൈൻഡ്സ് ആണ് യൂത്തിനുള്ളത്. ഈ ജ്വലിക്കുക പറയുന്നത് നെഗറ്റീവ് സെൻസിലാണോ ജ്വലിക്കുന്നത്? ഇവിടെ പോസിറ്റീവ് സെൻസിലും എടുക്കാം, നെഗറ്റീവ് സെൻസിലും എടുക്കാം അല്ലെ. ഈ കത്തുക എന്ന് പറയുന്നത്, തീ എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ആയിട്ടും എടുക്കാം, നെഗറ്റീവ് ആയിട്ടും എടുക്കാം. ഇവിടെ നെഗറ്റീവ് ആയിട്ടാണോ? യൂത്ത്സിന്റെ മൈൻഡ് നെഗറ്റീവ് ആയിട്ടാണോ പറയുന്നത്? ആണോ? നോ, അല്ല. ഇവിടെ പോസിറ്റീവ്ലി ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ ജ്വലിക്കുന്ന ഹൃദയങ്ങളാണ്, അല്ലെങ്കിൽ ജ്വലിക്കുന്ന ഐഡിയാസ് ഒക്കെയാണ് നമ്മുടെ യൂത്ത്സിനുള്ളത്. അതായത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള മൈൻഡ്സ് ആണ്. അവർക്ക് എപ്പോഴും സ്പാർക്ക് ഉണ്ട് അവരുടെ മൈൻഡിൽ അല്ലെ. എന്തോ ഒരു സ്പാർക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചെയ്യാനൊക്കെ, നമുക്ക് മുന്നോട്ട് ചെയ്യാൻ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ആ സ്പാർക്ക് ഉള്ള മൈൻഡ്സ് ആണ് നമ്മുടെ യൂത്തിനുള്ളത്. ആ സ്പാർക്ക് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ തിങ് എന്നാണ് പറയുന്നത്. മോസ്റ്റ് പവർഫുൾ തിങ് or the most powerful resource on the earth, under the earth and above the earth. On, under and above the earth എന്ന് പറയുമ്പോൾ the whole universe എന്നുള്ള ഐഡിയ ആണ് അവിടെ പറയുന്നത്. above, under and on the earth എന്ന് പറയുമ്പോൾ the whole universe. അപ്പോ നമ്മുടെ ഇപ്പൊ പ്രസന്റിലുള്ള യൂത്ത്സിന്റെ മൈൻഡ് ഇഗ്നൈറ്റഡ് ആണ്. there is spark in them. ആ സ്പാർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്? it is so powerful resource. it is the most powerful ആണ് അല്ലെ. പവർഫുൾ മൈൻഡ്സ് ആണ്, പവർഫുൾ ഐഡിയാസ് ആണ് ആർക്കുള്ളത്? the യൂത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ we have no fear about them. we should not fear about the youth എന്നാണ് പറയുന്നത്. അല്ല, youth should not fear about the future എന്നാണ് പറയുന്നത്. certainly they can reach heights. ഈ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്പാർക്ക് അവർക്കുണ്ടെങ്കിൽ, പവർഫുൾ ആയിട്ടുള്ള ഇഗ്നൈറ്റഡ് മൈൻഡ്സ് അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ they can reach success. അതുകൊണ്ട് തന്നെ they should not fear എന്നാണ് ആര് പറയുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത്. ആരെ കുറിച്ചിട്ടാ പറയുന്നത്? about the youths of the world. okay, ആ പോർഷൻ ക്ലിയർ ആണോ? ആ 3 lines. okay, we'll move on. Dear young friends, I would like to talk to you on the topic I am born with wings. So what is the topic he is going to discuss or he is going to lecture on? I am born with wings. ഞാൻ ജനിച്ചിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? I have wings. എനിക്ക് ചിറകുകളോട് കൂടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാണ് ആര് പറയുന്നത്? I am born. ഞാൻ ജനിച്ചിട്ടുള്ളത് ചിറകുകളോട് കൂടി എന്ന ടോപ്പിക്കിലാണ് ഡോക്ടർ APJ Abdul Kalam is addressing the youths there. So he is starting officially the speech. Last year, I went to a village to inaugurate a program called Shastrayan, which means the propagation of science. The mission of Shastrayan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers, and civil servants. This action would in turn empower about 2,000 families of the village. My inaugural address to a mixed audience consisting of 5,000 students and their family members was on the topic Science Empowers the Nation. So when he started his speech here, I will fly അല്ലെങ്കിൽ
I am born with wings എന്ന് പറയുന്ന സ്പീച്ചിൽ അദ്ദേഹം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ he is speaking about some other speech. മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സ്പീച്ചിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോ ഈ വേദിയിൽ അവതരിപ്പിക്കുന്ന ഈ സ്പീച്ചിൽ പറയുന്നത്. ഓക്കെ, I am born with wings എന്ന് പറയുന്ന സ്പീച്ച് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് അദ്ദേഹം എന്താണ് മറ്റൊരു സ്പീച്ചിൽ നിന്നും അല്ലെങ്കിൽ സ്പീച്ചിന് പോയ സമയത്ത് ഉണ്ടായ കുറച്ച് എക്സ്പീരിയൻസസ് ആണ് ഷെയർ ചെയ്യുന്നത്. Is that clear? And we'll move on. So last year he went to a village. It was a very remote village. ആണ് ഭയങ്കര ഡെവലപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഭയങ്കര റൂറൽ ആയിട്ടുള്ള ഭയങ്കര റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജിലേക്കാണ് ലാസ്റ്റ് ഇയർ he went for an inauguration program. എന്തിന്റെ inauguration program ആയിരുന്നു? What was the program of? It was the inauguration of a program called Shastrayan. Shastrayan എന്ന് പറയുമ്പോൾ തന്നെ what is the first idea that come to your mind? Any word, any idea that come to your mind? Shastrayan? Is it something like that? Science, okay. Something else? Science is correct. Anything else? Anyone else? Okay, Fida, that was right, and we'll continue. So he went there to inaugurate a program called Shastrayan. He went to a remote village to inaugurate a program called Shastrayan. And Shastrayan means the propagation of science. Shastram ennu parayunnathu science aanu alle. So Shastrayan ennu parayunnathu it was a program something related to science. അപ്പോൾ ഈ ശാസ്ത്രയാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇവിടെ പറയുന്നത് the propagation of science എന്നാണ്. എന്താണ് propagation എന്ന് പറഞ്ഞാൽ? to propagate എന്ന് പറഞ്ഞാൽ നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആണ്. propagation നിങ്ങൾ ബയോളജിയിലൊക്കെ എപ്പോഴും കേൾക്കുന്ന ടേം ആണ് അല്ലേ? so what is propagation? പ്രചാരണമാണ് propagation എന്ന് പറയുന്നത്. propaganda, propagation, propagate എന്നുള്ള വേർഡ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? so propagation of science. സയൻസിനെ എങ്ങനെ പ്രചരിപ്പിക്കാം കുട്ടികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എങ്ങനെ സയൻസിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് അല്ലെങ്കിൽ the importance of science അല്ലെങ്കിൽ സയൻസ് ഫീൽഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വേരിയസ് ഫീൽഡ്സ് റിലേറ്റഡ് ടു സയൻസ്, സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആ വില്ലേജിൽ ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ആൻഡ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു? the propagation of science. സയൻസിനെ എങ്ങനെ വ്യാപിച്ച് കുട്ടികളിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ പ്രചരിപ്പിക്കാം എന്നതായിരുന്നു. and the mission of Shastrayan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. അപ്പോൾ അതിന്റെ മിഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? to prepare the students. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കുട്ടീനെ ഒരു സ്റ്റുഡന്റിനെയാണോ? അതോ ആ വില്ലേജിലുള്ള ഒരാളെ മാത്രമാണോ? അല്ലെങ്കിൽ ഒരു കൂട്ടം കുട്ടികളെ മാത്രമാണോ? അല്ല. to prepare about 2,000 students from different school. പല സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 2000-ഓളം കുട്ടികളെ എന്തിനാണ്? towards making them eligible to be engineers. അവരെ കണ്ടുപിടിച്ച് അവർക്ക് എഞ്ചിനീയേഴ്സ് ആവാനും ഡോക്ടേഴ്സ് ആവാനും ക്വാളിഫൈഡ് മാനേജേഴ്സ് ആവാനും സിവിൽ സർവൻസ് ഒക്കെ ആവാൻ. അതായത് ഈ പറഞ്ഞ പൊസിഷൻസ് ഒക്കെ എന്താണ്? സമൂഹത്തിലെ ഉയർന്ന ലെവലിലുള്ള പൊസിഷൻസ് ആണ് അല്ലേ? സയൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സയൻസ് ഇല്ലെങ്കിലും അവരെ കണ്ടുപിടിച്ച് അവരുടെ ക്വാളിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പുഷ് ചെയ്യാം, എങ്ങനെ നമുക്ക് അവരെ എംപവർ ചെയ്യാം, അവരെ ഹെൽപ്പ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നുള്ള കാര്യങ്ങളാണ് അല്ലേ? സോ ഇങ്ങനെ പല സ്കൂളിൽ നിന്നും റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജിലാണ് പരിപാടി നടക്കുന്നത്. അപ്പൊ ഈ വില്ലേജസിലുള്ള അധികം ആനുകൂല്യങ്ങളൊന്നുമില്ലാത്ത നിർധരരായ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും കുട്ടികളെ കണ്ടുപിടിച്ച് തെരഞ്ഞെടുത്ത് അതിൽ നിന്നും എഞ്ചിനീയേഴ്സ് ആവാനും സയന്റിസ്റ്റ് ആവാനും ഡോക്ടേഴ്സ് ആവാനും അവരെ എലിജിബിൾ ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് എന്ത് തുടങ്ങിയിരിക്കുന്നത്? ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ആ വില്ലേജിൽ. അതിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം അവിടെ എത്തിയിട്ടുള്ളത്. This action would in turn empower about 2,000 families of the village. ഇങ്ങനെ 2000 കുട്ടികളെ തെരഞ്ഞെടുത്ത് അവരെ ഹയർ പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി എലിജിബിൾ ആക്കുന്ന അതേ സമയത്ത് തന്നെ എന്തും കൂടെ സംഭവിക്കുന്നുണ്ട്? അവരുടെ കുടുംബങ്ങളും എന്തായി മാറുന്നുണ്ട്? അവരുടെ കുടുംബങ്ങളും empowered ആണ്. empower എന്ന് പറഞ്ഞാൽ എന്താണ്? empower meaning
ശാക്തീകരണം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ കേൾക്കാറില്ലേ? വിമൻ എംപവർമെന്റ് എന്നൊക്കെ നമ്മൾ ഇപ്പൊ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ടേം ആണ്. എന്താണ് ഈ വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നത്? വിമനെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ വിമനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. സെയിം തിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. കുട്ടികളെ കുട്ടികളെ എംപവർ ചെയ്യുമ്പോൾ അവരുടെ ഫാമിലിയും ഓട്ടോമാറ്റിക്കലി എന്താണ്, അവർ എംപവർ ആവും അല്ലെ? നമ്മളിപ്പോ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പേരൻസ്, നമ്മുടെ ഫാമിലി എന്താണ്, നമ്മുടെ കൂടെ തന്നെ അവരും അവരുടെ പൊസിഷനും മാറും ഇല്ലേ? അവർക്കും കുറച്ചും കൂടെ ഫിനാൻഷ്യലി സെറ്റ് ആവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കില്ലേ? സോ സെയിം തിങ് ആണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത്. സോ ഈ വിദ്യാർത്ഥി 2000 കുട്ടികളെ നമ്മൾ എംപവർ ചെയ്യുന്നതോടുകൂടി അവരുടെ കുടുംബങ്ങളും എന്തായി മാറുകയാണ്? they are also getting empowered. അവരും ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. And he says that the topic he was speaking there was science empowers the nation. Science empowers the nation. രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നത് ശാസ്ത്രമാണ് എന്ന ടോപ്പിക്കിലാണ് അന്ന് അവിടെ ആ വില്ലേജിൽ പോയി സംസാരിച്ചപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം തിരഞ്ഞെടുത്ത വിഷയം എന്ന് പറയുന്നത് എന്താണ്? സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ശാസ്ത്രം രാജ്യത്തെ എംപവർ ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു അല്ലെ? ശാക്തീകരിക്കുന്നു അല്ലെ? അതിനെ പറ്റിയിട്ടായിരുന്നു അന്ന് സംസാരിച്ചത്. ഇനി what he is looking is, he is coming to some incidents, some situations that took place when he was delivering the speech science empowers the nation. Science empowers എന്ന് പറയുന്ന സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വേദിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, we'll move on. After my address, hundreds of hands were raised for asking questions. Due to the limited availability of time, I selected 12 students at random from the last row to the first to ask questions. I would like to share with you one question of great concern which was asked by a student. A very simple paragraph. അവിടെ പറയുന്നത് യൂഷ്വലി ഇങ്ങനെയുള്ള സെഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ there will be an interactive session time അല്ലെ? നമുക്ക് ഗസ്റ്റിനോട് ചോദ്യങ്ങൾ ചോദിക്കാനും നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ അപ്പ് ചെയ്യാനും ഉള്ള അവസരം ഉണ്ടാവും. നമ്മൾ കരിയർ ടോക്ക് നടത്തുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടൈം തരാറില്ലേ? സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടായത്. And he asked doubts ആർക്കെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ questions ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച ഉടനെ തന്നെ എന്താ സംഭവിച്ചത്? hundreds of hands were raised എന്നാണ് പറയുന്നത്. 100ൽ പരം വിദ്യാർത്ഥികളുടെ കൈകൾ പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഡ്യൂ ടു ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, എന്തുകൊണ്ടാണ് ഡ്യൂ ടു ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം? ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് ഇത്ര ടൈമിന്റെ ഉള്ളിലാണ് അവരുടെ സ്പീച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഒന്നാമത് അവർക്ക് എന്താണ്, അവർക്ക് ഓൾറെഡി ബിസി ഷെഡ്യൂൾസ് ഉള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ they will have a time limit to attend a program. അത് കഴിഞ്ഞിട്ട് അവർക്ക് ചിലപ്പോൾ അടുത്ത പ്രോഗ്രാമിലൊക്കെ പോകാനുണ്ടാവും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ APJ അബ്ദുൽ കലാം had the limit of time. He had some lack of time. The availability of time was limited. അതുകൊണ്ട് തന്നെ he just selected 12 students at random. എന്താണ് 12 students at random എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നിന്നിട്ടായിട്ട് അല്ലെങ്കിൽ പ്രത്യേക ഒരു ഓർഡറോ മെത്തേഡോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് അദ്ദേഹം ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഓരോ കോർണേഴ്സ് നിന്നൊക്കെ ആയിട്ട് ബാക്ക് റോ മുതൽ he's telling that അല്ലെ, from the last row to the first, ലാസ്റ്റ് റോയിൽ നിന്ന് ഫസ്റ്റ് റോയിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നും പെട്ടെന്ന് കണ്ണിൽ പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു 12 കുട്ടികളെ select ചെയ്തു. I would like to share with you one question of great concern which was asked by a student. അന്ന് ആ വേദിയിൽ ഈ 12 കുട്ടികളുടെ ഇടയിൽ നിന്നിട്ടും എന്നെ വളരെയധികം ആശങ്കയിലാക്കി അല്ലെങ്കിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു കുട്ടിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ അതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം എന്നാണ് പറയുന്നത്. So shall we look what the question was? The question was from a teenager who had come from a faraway village. He was nervous and a typical representative of the youth of India. എന്താ പറയുന്നത്? The question came from a teenager. Teenage കുട്ടിയുടെ അടുത്ത് നിന്നാണ്, ബോയ് ആയിരുന്നു. It came from that boy. He was coming from a very far away village. Already ഡോക്ടർ APJ അബ്ദുൽ കലാം പോയിട്ടുള്ളത് ഒരു റിമോട്ട് വില്ലേജിലാണ്.
ആ റിമോട്ട് വില്ലേജിലേക്ക് തന്നെ അവിടെ നിന്നും വീണ്ടും ദൂരെയുള്ള ഏതോ ഒരു വില്ലേജിൽ നിന്നും വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. okay, and he says that that boy was very nervous. ഭയങ്കര പേടിച്ചരണ്ടിട്ടാണ് ആ കുട്ടി അവിടെ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. and he was a typical representation of the youth of India. എന്താണ് ഈ typical representation of the youth of India എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ യുവതലമുറ എങ്ങനെയായിരിക്കുമോ അതിന്റെ exact പ്രതിനിധിയായിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. എങ്ങനെയാണ്? the exact representative. typical എന്ന് പറയുന്ന സാധാരണ, എങ്ങനെയായിരിക്കും? ഭയങ്കര high setup ലൊന്നും അല്ല വന്നിട്ടുള്ളത്. സാധാരണ എങ്ങനെയാണോ നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കി, നമ്മൾ ഈ റോഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ യുവതലമുറ പൊതുവെ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ആണ് ഈ കുട്ടി വന്നിട്ടുള്ളത്. and ഞാൻ പറഞ്ഞില്ലേ ഒരു ക്ലിപ്പ് ഉണ്ട് ആ വീഡിയോയുടെ, ആ സ്പീച്ചിന്റെ ഒരു ക്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് ആ കുട്ടിയുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹിസ് നെയിം വാസ് വിഷ്ണു. അതുപോലെ തന്നെ ആ പ്രോഗ്രാം നടന്നിട്ടുള്ളത് കൊച്ചിയില് പറവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ട് നടന്നിട്ടുള്ള, പറവൂരിലെ ഒരു വില്ലേജ് ഏരിയയിൽ നടന്നിട്ടുള്ള ഒരു സ്പീച്ച് ആണ് ഇത് പറയുന്നത്. കുറച്ച് വർഷം മുന്നേ ആണ് എന്നും കൂടെ നമ്മൾ ഓർക്കണം. പറവൂർ ഒക്കെ അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുള്ള പ്ലേസ് ആണ്. എന്നിരുന്നാലും അവിടെ റിമോട്ട് ആയിട്ടുള്ള ഏതൊരു വില്ലേജിൽ നടന്ന പ്രോഗ്രാം ആണ്. and that guy's name was Vishnu also. So the question was from a teenager who had come from a faraway village. He was nervous and he was a typical representation of the youth of India. സാധാരണമായ ഒരു പ്രതിനിധി തന്നെയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്ന, അല്ലെങ്കിൽ അബ്ദുൽ കലാമുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ teenage boy. So we'll look. The boy began speaking. Sir, I don't know what I should ask. I'm nervous. I have not asked any question in my class. I need to have confidence, but I have not gained any confidence through my education during all these years. I'm afraid to talk to my teachers. I'm afraid to talk to my friends. Whenever I talk, I compare myself with other students and their elegant dress. Please tell me, I want to become a marine engineer. I want to travel in a ship. I want to be the captain of the ship. I want to build the engine of the ship. Shall I be able to do all these, sir? How can I achieve this mission? What should I do? So, boy started asking his question. APJ Abdul Kalam says that the boy was so nervous and was a typical representation of youth of India. And when the boy started speaking, he said, Sir, I don't know what I should ask. എനിക്ക് എന്ത് ചോദിക്കണമെന്ന് അറിയത്തില്ല. I'm nervous. ഞാൻ പേടിച്ച് ആണ് നിൽക്കുന്നത്. very tension അല്ലേ? പേടിച്ച് ടെൻഷൻ ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. I have not asked any questions in my class. ഇത്രയും നാളായിട്ടും ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോലും ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. I need to have confidence. എനിക്ക് വേണ്ടത് എന്താണ്? He wanted confidence. All he wanted was confidence. But I have not gained any confidence through my education during all these years. ഇത്രയും വർഷം ഞാൻ വിദ്യാഭ്യാസം നേടിയിട്ടും എനിക്ക് എന്ത് നേടാൻ പറ്റിയിട്ടില്ല? I haven't gained the confidence. എനിക്ക് ഇതുവരെ എന്ത് കിട്ടിയിട്ടില്ല? കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. All I need is confidence. I'm afraid to talk to my teachers. I'm afraid to talk to my friends. എനിക്ക് ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടും എല്ലാം സംസാരിക്കാൻ എന്താണ്? പേടിയാണ്. അതെന്തുകൊണ്ടാ പേടി എന്ന് പറയുന്നുണ്ട്. Whenever I talk, I compare myself with other students and their elegant dress. പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ ആരോടെങ്കിലും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അവരുമായിട്ട് കമ്പയർ ചെയ്യും. എന്താണ് കമ്പയർ ചെയ്യുന്നത്? their elegant dress, the way of speech. അവർ സംസാരിക്കുന്ന രീതിയും ഞാൻ സംസാരിക്കുന്ന രീതിയും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യാണ്. അവരിട്ടിരിക്കുന്ന വസ്ത്രം, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അങ്ങനെ ഞാൻ പരസ്പരം കമ്പയർ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും സംസാരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അധ്യാപകരുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഹീസ് ആസ്കിങ്. പ്ലീസ് ടെൽ മീ what I should do. I want to become a marine engineer. So എന്താണ്, ഇങ്ങനെയൊക്കെ കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടിയാണെങ്കിലും he had a deep desire from within. എന്താണ്? He wanted to be a marine engineer. I want to travel in a ship.
I want to be the captain of the ship. ഒരു ഷിപ്പിൽ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ക്യാപ്റ്റൻ, ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആവുക എന്നൊക്കെ പറയുന്നത് ഹൈ കറേജും കോൺഫിഡൻസും വേണ്ടുന്ന ഒരു വർക്ക് ജോലിയാണ് അല്ലെ, ഒരു ജോബാണ് മെറൈൻ എഞ്ചിനീയർ ആവുക അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആവുക എന്നൊക്കെ പറയുന്നത്. സോ അതിന് പോലും എനിക്ക് കഴിയുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം ഐ ഹാവിൻ ഗെയിൻഡ് കോൺഫിഡൻസ്. ഇത്രയും വർഷം ഞാൻ പഠിച്ചിട്ടും ഇത്രയും കാലം ഞാൻ വിദ്യാഭ്യാസം നേടിയിട്ടും എനിക്ക് ഒരിക്കലും എന്ത് കിട്ടിയിട്ടില്ല? ഐ ഹാവിൻ റിസീവ്ഡ് കോൺഫിഡൻസ്. So, and not only that, I compare myself with people when I talk. അതുകൊണ്ട് തന്നെ I'm afraid of talking to even my teachers and my friends എന്നാണ് പറയുന്നത്. Okay, and he is asking Dr. APJ Abdul Kalam, what? Shall I be able to do all these, sir? അപ്പൊ എനിക്ക് ഷിപ്പിൽ ട്രാവൽ ചെയ്യണം. I want to be the engineer. I want to be the captain of the ship. I want to build the engine of the ship. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധ്യമാകുമോ എന്നാണ് ചോദിക്കുന്നത്. How can I achieve this mission? എൻ്റെ ആഗ്രഹത്തെ, എൻ്റെ എയിം, എൻ്റെ മിഷൻ, എൻ്റെ ഈ ദൗത്യത്തെ, ഞാൻ ആഗ്രഹിക്കുന്ന ഈ ദൗത്യത്തെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ, എനിക്ക് അവിടെ എത്തിപ്പെടാൻ സാധ്യമാകുമോ എന്നതായിരുന്നു വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു വിദ്യാർത്ഥിയുടെ, ആ ഒരു ടീനേജ് ബോയുടെ ഡൗട്ട് എന്ന് പറയുന്നത്. Okay, what was the doubt? What was the problem of Vishnu or that boy? What was the problem of that boy? Lack of confidence, lack of courage, lack of confidence. What else? He was afraid to talk, isn't it? He was so much afraid to talk with his friends, with his teachers. എന്തുകൊണ്ടായിരുന്നു he was afraid to talk? Because he compared himself with other students. He lacked self-esteem. സ്വന്തമായിട്ടുള്ള ഒരു വിശ്വാസം പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെയാണ്, okay ആണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. That is why he was so lacking confidence. Confidence ഉണ്ടായിരുന്നില്ല, courage ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ എന്തുണ്ടായിരുന്നു? He had a dream, he had a desire അല്ലെ. എന്താവാനായിരുന്നു ആഗ്രഹം? He wanted to become a marine engineer. And what did he do? What was his question? ഇങ്ങനെയൊക്കെ എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല, എനിക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്, പക്ഷെ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാലും എനിക്ക് നല്ലൊരു എഞ്ചിനീയർ ആവാൻ കഴിയുമോ, എനിക്ക് ഷിപ്പ് ഓടിക്കാൻ പറ്റുമോ, ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആവാൻ പറ്റുമോ എന്നുള്ള തുടങ്ങിയ ഡൗട്ട്സ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? That young boy had. And he wanted to know, will he be able to achieve his dreams? തന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ സാധ്യമാകുമോ എന്നും കൂടെ ആയിരുന്നു അവൻ അറിയേണ്ടത്. Now continuing, when the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, were looking at me, wondering what Kalam was going to say to the sincere question of a young village boy. അപ്പോൾ അവിടെ കൂടിയിരുന്ന സദസ്സിൽ ഉണ്ടായിരുന്ന dignitaries on the dais എന്ന് പറയുന്നത്, on the dais എന്ന് പറയുന്നത് വേദിയിൽ വിശിഷ്ടമായിരിക്കുന്ന, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ എന്ന് പറയില്ലേ, അതാണ് ഈ dignitaries on the dais. Okay, അപ്പൊ വേദിയിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളുണ്ട്, ഇൻക്ലൂഡിംഗ് ദ ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. So they were all looking curiously at Dr. APJ Abdul Kalam. They wanted to know what Kalam would be speaking or what Kalam would reply. Dr. Abdul Kalam എന്ത് മറുപടി ആയിരിക്കും ഈ കുട്ടിയുടെ ഇത്രയും ജെന്യുവൻ ആയിട്ടുള്ള, ഇത്രയും സിൻസിയർ ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യന് മറുപടിയായിട്ട് എന്ത് കൊടുക്കും, എന്തായിരിക്കും പറയുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് everyone was looking curiously at whom? At Dr. APJ Abdul Kalam. Okay, I thought of it and breaking the silence. അപ്പൊ അത്രയും നേരം എന്താണ്, എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താണ് പറയാ. അപ്പൊ ആ സദസ്സ് മൊത്തം എന്തായിട്ട് ഇരിക്കുകയാണ്? There was silence there. And he thought of it and breaking the silence. അവിടെ ഉണ്ടായിരുന്ന ആ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് he said, I said, my dear friend, you have put the most difficult question among the many questions that I have received from millions and millions of the students whom I have met. I value your question. I know you are echoing the fear of many. Let me recite a beautiful ancient poem named I Will Fly. എന്താ പറയുന്നത്? He addresses the boy as my dear friend. എൻ്റെ പ്രിയ സുഹൃത്തെ, you have put before me the most difficult question. നീ എനിക്ക് തന്നിട്ടുള്ളത് ഇപ്പം ഏറ്റവും ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. From the millions and millions of students whom I have met. ഞാൻ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. അവരൊന്നും ചോദിക്കാതെ, അവരിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസിനേക്കാളെല്ലാം
ഏറ്റവും കൂടുതൽ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ നീ എന്നോട് ചോദിച്ചത്. ആൻഡ് ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇന്ന് നിന്റെ ചോദ്യത്തെ അംഗീകരിക്കുന്നു, ഞാൻ നിന്റെ ചോദ്യത്തിന് വാല്യൂ ചെയ്യുന്നു. ഓക്കെ, so he was so proud that such a boy, that young village boy, had asked such a question, and that question seemed so difficult for Dr. APJ Abdul Kalam. എനിക്കിതെല്ലാം അച്ചീവ് ചെയ്യാൻ കഴിയുമോ, എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല, അത്രേ അവൻ ചോദിച്ചിട്ടുള്ളൂ, അവൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ പറഞ്ഞതെല്ലാം എന്താണ്? ആ നേവ് ആയിട്ടുള്ള യങ് വില്ലേജ് ബോയുടെ സിൻസിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? അതുകൊണ്ട് തന്നെ അതിന് എന്ത് മറുപടി പറയും എന്ന് അറിയാതെ ഇരിക്കുകയാണ് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ആൻഡ് ദാറ്റ് ഫെൽറ്റ് ലൈക്ക് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ ഫോർ ഹിം. ആൻഡ് എങ്ങനെയാണ് മറുപടി പറയുന്നതെന്ന് നോക്കാം. ഹി സെഡ് ദാറ്റ് you are echoing the fear of many എന്നാണ് പറയുന്നത്. you are echoing the fear of many. നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് യുവതലമുറയുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ പേടി തന്നെയാണ് നീ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. you are echoന്റെ പ്രത്യേകത എന്താ? വീണ്ടും വീണ്ടും അത് കേട്ടോണ്ടിരിക്കുകയാണ് ചെയ്യുക അല്ലെ? നീ ഒറ്റ ആളാണ് സംസാരിച്ചതെങ്കിലും നിന്റെ സൗണ്ടിൽ എത്ര പേരുടെ വോയിസ് ഉണ്ടെന്നാ പറയുന്നത്? ഒരുപാട് പേരുടെ വോയിസുകൾ അടങ്ങിയിട്ടുള്ള ഒരു സംസാരമായിരുന്നു നിന്റെ, അല്ലെങ്കിൽ ഒരു ചോദ്യമായിരുന്നു നിന്റേത്. അതുകൊണ്ട് തന്നെ ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ ആൻഡ് യുവർ ക്വസ്റ്റ്യൻ സീംസ് വെരി ഡിഫിക്കൾട്ട് ടു മീ എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ആസ് എ റിപ്ലൈ ടു ദിസ് ക്വസ്റ്റ്യൻ he says that I'll recite a beautiful ancient poem named I Will Fly. I Will Fly എന്ന് പറയുന്ന ഒരു poem പറഞ്ഞു ആണ് അദ്ദേഹം മറുപടിയായി കൊടുക്കുന്നത്. Let's see what the poem is. I'm born with potential. I'm born with the goodness thrust. I'm born with potential. I'm born with goodness and thrust. I'm born with ideas and dreams. I'm born with greatness. I'm born with confidence. I'm born with wings. So, I'm not meant for crawling. I have wings. I'll fly and fly. എന്താണ് അത് പറയുന്നത്? I'm born with potential എന്നാണ് പറയുന്നത്. What is potential? Potential means the ability to do anything അല്ലെ? നമ്മുടെ കഴിവുകളാണ് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. So I am born with all the potentials in me. എനിക്ക് ആവശ്യമായിട്ടുള്ള, എനിക്ക് ലോകത്തെ കീഴടക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും, എല്ലാ പൊട്ടൻഷ്യൽസും, എല്ലാ എബിലിറ്റീസുമായിട്ട് തന്നെയാണ് ഞാൻ ജനിച്ചു വീണിട്ടുള്ളത്. I am born with the goodness and trust. എല്ലാ തരത്തിലുള്ള നന്മയും അതുപോലെ തന്നെ എനിക്ക് വിശ്വാസവും, വിശ്വാസം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെയാണ് ഇവിടെ ട്രസ്റ്റ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഐ എം ബോൺ വിത്ത് ദ ഗുഡ്നെസ് ആൻഡ് ദ ട്രസ്റ്റ്. എന്നിൽ നന്മകളുണ്ട്, എനിക്ക് വിശ്വാസങ്ങളുമുണ്ട്. ഐ ഹാവ് ദ believe, I have the trust in my potentials. എനിക്ക് പൊട്ടൻഷ്യൽസ് ഉണ്ട്, എൻ്റെ എബിലിറ്റീസിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഐ എം ബോൺ വിത്ത് ദ ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. വെറുതെ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന ഡ്രീംസ് ഒന്നുമല്ല. ഐ ഹാവ് സ്ട്രോങ് ഡ്രീംസ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രീംസ് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന കാര്യമല്ല, മറിച്ച് എന്താണ്, നമ്മൾ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഡ്രീംസ് എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് എക്സാം ഉണ്ടാവും, എക്സാമിന് നല്ല മാർക്ക് കിട്ടണം എന്ന് നമ്മൾ വിചാരിച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ? പഠിച്ച് തീരാതെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അന്ന് ഉറങ്ങാൻ കഴിയില്ലല്ലോ. വിൽ ബി ബോതേർഡ് അബൌട്ട് ദാറ്റ് അല്ലേ? സോ നമുക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് വിൽ ബി ബോതേർഡ് അബൌട്ട് ദാറ്റ്. ഇതിലും ബെസ്റ്റ് എക്സാമ്പിൾ, നമ്മൾ ടൂർ പോവാൻ പ്ലാൻ ചെയ്ത് ഡ്രീം ചെയ്തിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഡ്രീമാണ് അല്ലെ? ടൂർ പോവാൻ രാത്രി കിടന്ന ഉറക്കം ഉണ്ടാവോ? ഇല്ല. പക്ഷെ ഇവിടെ പറയുന്ന ഈ നിസ്സാരമായിട്ടുള്ള ടൂർ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. ലൈഫിൽ അച്ചീവ് ചെയ്യാൻ, ലൈഫിൽ സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ഐ എം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ആ ഡ്രീംസ് നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ഡ്രീംസ് വെറുതെ നമ്മൾ ഉറക്കത്തിൽ കണ്ട് കളയല്ല വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തനാസജ്ജരായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പൊട്ടൻഷ്യലുമായിട്ടാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നന്മയും എല്ലാ വിശ്വാസങ്ങളും നമുക്കുണ്ട് എന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഐ എം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഞാൻ എങ്ങനെയാ ജനിച്ചിട്ടുള്ളത്? എല്ലാ നന്മകളും എല്ലാം ആയിട്ട് എന്നെ ദൈവം ഗ്രേറ്റ് ആയിട്ട് തന്നെയാണ് he has given me life with all the greatness. അതുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഐ എം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഐ എം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഐ എം ബോൺ വിത്ത് വിങ്സ്. ആഫ്റ്റർ ഓൾ ഇതെല്ലാം കഴിഞ്ഞാലും
കോൺഫിഡൻസ് ഉണ്ട്, ഗ്രേറ്റ്നെസ് ഉണ്ട്, ഗുഡ്നെസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, പൊട്ടൻഷ്യൽസ് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് അപ്പുറം എന്തും എനിക്ക് ഉണ്ടെന്നാ പറയുന്നത്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. ചിറകുകളോട് കൂടിയിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ചിറകുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ബേർഡ്സിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ദേ ഓൾവേസ് ഫ്ലൈ ഹൈ. ഉയരത്തിലേക്കാണ് അവർ പറന്ന് നീങ്ങുന്നത്, അല്ലെ? ദേ ഫ്ലൈ ഹൈ ടു ഹൈറ്റ്സ്. അതുകൊണ്ട് തന്നെ ഐ ആം ബോൺ വിത്ത് വിങ്സ്. അതുകൊണ്ട് തന്നെ ഐ ഹാവ് ടു ഫ്ലൈ ആൻഡ് ഐ ആം നോട്ട് മെന്റ് ഫോർ ക്രോളിങ്. ഞാൻ പക്ഷെ എന്തിനല്ല, എനിക്ക് വിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ, ചിറകുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ ഇഴഞ്ഞു നീങ്ങരുത്. പക്ഷെ എങ്ങനെ ചെയ്യണം? ഐ ഹാവ് ടു ഫ്ലൈ. വിങ്സ് ഉള്ളത് കൊണ്ട്. വിങ്സ് എന്തിനാ തന്നിട്ടുള്ളത്? പറക്കാൻ വേണ്ടിയിട്ടാണ്. വിങ്സ് ഉണ്ടായിട്ട് നമ്മൾ ക്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ അത് തെറ്റല്ലേ? അത് ശരിയായ കാര്യമല്ലല്ലോ. So I am not meant for crawling. I have to fly. Because I am born with wings, I will fly എന്നാണ് പറയുന്നത്, അല്ലേ? I have wings, I'll fly, I'll fly and fly. So ഈ ഒരു poem എന്തായാലും recite ചെയ്യുമ്പോൾ will it give you inspiration? When you read that lines, is it giving you some kind of inspirations, my dear students? Do you have any sorts of inspirations from this poem? Yes or no? Okay. Is it something a reply to you? ഡോക്ടർ APJ അബ്ദുൽ കലാം ആ കുട്ടിക്ക് കൊടുത്ത റിപ്ലൈ ആണെങ്കിലും ഇത് നിങ്ങളുടെ ഡൗട്ട്സ്, കുറെ ഡൗട്ട്സിനുള്ള റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ്. ഓക്കെ. സോ യു ഹാവ് ടു ടേക്ക് ദീസ് ലൈൻസ് ഇൻ ടു യുവർ ഹാർട്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേഷൻ വേണം എന്നൊക്കെ തോന്നുമ്പോൾ ജസ്റ്റ് ഈ ലൈൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇറ്റ് വിൽ സർട്ടൻലി ഹെൽപ്പ് യു ടു ബി മോട്ടിവേറ്റഡ്. നിങ്ങൾക്ക് വീണ്ടും വർക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് ഒരു സ്പാർക്ക് തരാൻ ഈ ലൈൻസ് തന്നെ ധാരാളമായിരിക്കും. So you read this once before we move on to ഈ lines ഒന്ന് പെട്ടെന്ന് വായിച്ചേ. പെട്ടെന്ന് വായിക്കാൻ മീൻസ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി take it deep into your heart and read. And once you finish reading, give me a thumbs up. Finish. Okay. Very good. So someone please read that for me. Yes, Sitara. You can unmute and read that. Okay. Very good, Sitara. And I want someone else from boys side. ആരാണ് റെഡി ആയിട്ട് വരുന്ന ആള്? ഫ്രം ബോയ്സ് സൈഡ് ഐ വാണ്ട് someone to read this. Okay, very good, Alan. So I think you are clear with what these lines mean, അല്ലേ? ഈ ലൈൻസിൽ എന്താ പറയുന്നത് എല്ലാം ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഉണ്ടോ? So far any doubts? No. Okay. So shall we continue? Young friends, let me discuss with you how you can be unique. So let me discuss with you how you can be unique. I have so far met 15 million youths in a decade's time. I learned every youth wants to be unique, that is you. But the world all around you is doing its best day and night to make you just everybody else. In your home, dear young fellows, you are asked by your parents to be like the neighbor's children who are scoring good marks. When you go to school, your teacher, okay, നമുക്ക് അവിടെ നിർത്താം. For scoring good marks വരെയുള്ളത് പറയാം. So young friends, let me discuss with you how you can be unique. നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ സ്പീച്ചിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് how to be successful എന്നുള്ളതും, രണ്ട് എന്ന് പറയുന്നത് how can we achieve uniqueness എന്ന് പറയുന്നത്. Unique എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by unique? You please type. Everyone please type. What do you mean by unique? ആരോ ഇപ്പൊ രണ്ടാമത് പറഞ്ഞ ആളാരാണ്? You type. Okay, you can write. Type there. Special, variety. Okay, all these are right. Great. Okay, good, Hashir. Okay, come on everyone, please type. Different from others. Okay. Being yourself. Very good, Rita. ഇനി ആരുമില്ല? ഇത്ര ഐഡിയാസ് ഉള്ളൂ? Any different ideas about unique? Okay, well. Okay, very good, Sana. Okay, we'll discuss about that. So here he says that he's coming to his second distinctive hour. Okay, right. So രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. He's speaking how to be unique. Unique എന്ന് പറയുന്നത് to create our own identity. നമ്മളായിരിക്കുക എന്നതാണ് യുണീക്ക് ആവുക, വ്യത്യസ്തമാവുക, ഡിസ്റ്റിങ്റ്റീവ് ആവുക, അല്ലെ? ഡിഫറെന്റ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരെ പോലെയല്ല, നമ്മളാണ്, ഞാനാണ്. ഓക്കെ, വെരി റെയർ ആവുക, റെയർ ആണ്. ഓക്കെ, റൈറ്റ്.
So ലാലു എന്താണ്? ലാലു ലാലു ആയിരിക്കണം, അല്ലാതെ ലാലു ഹാഷിറിനെ പോലെ ആവാൻ പാടില്ല. ലാലു should be himself and Hashir should be a different one. So we should create our own identity, our own self. നമ്മുടെ സ്വത്വം നമ്മൾ എടുക്കുക എന്നുള്ളതിനെയാണ് യുണീക്ക് ആവുക എന്ന് പറയുന്നത്. To be very different. പക്ഷെ വെരി ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മനുഷ്യന്മാരുള്ളത് മനുഷ്യന്മാരാവാതിരിക്കൊന്നുമല്ല. വി ഹാവ് ടു ബി ഹാവിങ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ നമ്മളെ രീതിയിലാവുക എന്ന് വെച്ചിട്ട് നമ്മൾ എന്താണ് തോന്നിയ പോലെ നടക്കുക എന്നുള്ളതൊന്നല്ല യുണീക്ക് ആവുക എന്ന് പറയുന്നത്. നമ്മുടെ പോസിറ്റീവ് സെൻസിലാണ് ടു ബി യുണീക്ക് എന്ന് പറയുന്നത്. Is that clear? And then Dr. APJ Abdul Kalam says that I have so far met 15 million youths in a decade's time. Decade എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്. അപ്പോൾ ഒരു 10 വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ almost 15 million of യൂത്തിനെ കണ്ടിട്ടുണ്ട്. 15 million എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് ആണോ, ചെറിയൊരു നമ്പർ ആണോ? No, it's a huge number. So he has met over 15 million youth in 10 decades time. And he says that I learned every youth wants to be unique. That is you. You എന്നുള്ള ഐഡന്റിറ്റി, നീ അല്ലെങ്കിൽ ഞാൻ, ഐ എന്നുള്ള ആ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഓരോ യൂത്തും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? They are trying for that. They wanted to be unique. They wanted to be themselves. അല്ലേ? But the world all around you is doing its best day and night to make you just everybody else. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ the whole world, നമുക്ക് ചുറ്റുമുള്ള the world, നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം മുഴുവൻ എന്താണ് ചെയ്യുന്നത്? Day and night, each minute, each moment, they are trying to make ourselves everybody else. പക്ഷെ നമുക്ക് യു എന്നുള്ള ഐഡന്റിറ്റി അല്ലെങ്കിൽ ഐ എന്നുള്ള ഐഡന്റിറ്റി തരുന്നതിന് പകരം the whole world എന്താ ചെയ്യുന്നത്? നമ്മളെ മറ്റുള്ളവരാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നീ അവനെ പോലെയാവ്, നീ അവളെ പോലെയാവ് എന്നാണ് പറയുന്നത് അല്ലെ? തൊട്ടപ്പുറത്തെ വീട്ടിലും നമ്മുടെ സെയിം ഏജ് ഉള്ള നമ്മളെ പോലെ തന്നെ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഒരു കാര്യമാണ്, അവള് സയൻസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കും നീയും സയൻസ് എടുത്താൽ മതി അല്ലെ? അവൾ അവിടെ പോകുന്നുണ്ട് പഠിക്കാൻ, അതുകൊണ്ട് നീയും അവിടെ പോയാൽ മതി. നീ അവളെ പോലെയാണോ? അവൾക്ക് 10th ഫുൾ A+ കിട്ടിയിട്ടുണ്ട്, അപ്പൊ നീ എന്താവണം? നിനക്ക് എന്തായാലും ഫുൾ A+ കിട്ടണം. അതിനേക്കാൾ പെർസെന്റേജ് വാങ്ങാൻ പറ്റെങ്കിൽ അതുപോലെ വാങ്ങണം അല്ലെ? മറ്റുള്ളവരെ പോലെ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പേരൻസ് ആണെങ്കിലും നമ്മുടെ ബ്രദേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ ആന്റിമാരും അങ്കിൾമാരും ഒക്കെ നമ്മളോട് പറയുന്നത് അല്ലെ? ഈവൻ ടീച്ചേഴ്സ് സ്പീക്ക് അബൌട്ട് ദാറ്റ്, റൈറ്റ്? ടീച്ചേഴ്സ് വരെ അങ്ങനെ പറയാറില്ലേ? എന്താ ഇപ്പൊ നിനക്കൊക്കെ ഒരുപോലെയാണല്ലോ, എന്താ നിനക്ക് മാത്രം മാർക്ക് കുറവ്, നിനക്ക് എന്താ ബാക്കിയുള്ളവരെ പോലെ ആയാല്, അങ്ങനെ പറയാറില്ലേ? ഹാവ് യു ഗോൺ ത്രൂ സച്ച് situations? യെസ്, ഓക്കെ, തീർച്ചയായിട്ടും കേൾക്കുന്നതാണ്. ഇപ്പൊ വീട്ടില് ചേച്ചിമാരൊക്കെ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കേട്ടിട്ടുണ്ടാവും അല്ലെ? വീട്ടിൽ നിന്ന് പേരൻസ് പറയുന്നത്, നിന്റെ ചേച്ചിക്ക് ഇത്രയും മാർക്ക് കിട്ടിയല്ലോ 10th, അപ്പൊ എന്തായാലും എന്താണ്, നിനക്കും ആ മാർക്ക് വാങ്ങിച്ചുകൂടെ, നിനക്കും ആ മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്ത കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും അല്ലെ? So that is what Dr. APJ Abdul Kalam was speaking about. He says that നമ്മുടെ യൂത്ത് അവരുടേതായ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് യുണീക്ക് ആവാൻ ശ്രമിക്കും തോറും അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടെന്ന രീതിയിൽ ഓരോ ദിവസം, ഓരോ പകലും, ഓരോ രാത്രിയും, ഓരോ മിനിറ്റും എന്താ സംഭവിക്കുന്നത്? നമുക്ക് ചുറ്റുമുള്ള വ്യക്തികൾ എല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത് എന്താണ്? You be everybody else. ബാക്കിയുള്ളവരെ പോലെയാവ്, മറ്റുള്ളവരെ പോലെയാവ്, അവരെ നോക്കി ചെയ്യ്, അവരെ കണ്ടുപഠിക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. In your home, dear young fellows, you are asked by your parents to be like the neighbors' children. നിങ്ങളോട് പറയുന്നത് എന്താണ്? തൊട്ടടുത്തുള്ള വീട്ടിലെ ആളെ പോലെ ആവുക, കുട്ടികളെ പോലെ ആവുക. എൻ്റെ ഉമ്മച്ചി എന്നോട് പറയുന്നതാണ്, നിങ്ങളുടെ പോലെ തന്നെ അപ്പുറത്തെ വീട്ടിലും കുട്ടികളുണ്ട്, ഒന്ന് മിണ്ടാണ്ടിരുന്നൂടെ എന്നൊക്കെ പറയും, എപ്പോഴും പറയുന്ന കാര്യമാണ്. So she wanted me to be like other home children who are so silent. അങ്ങനെയാണ് പറയാ ഇല്ലേ? നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾ ബഹളം വെച്ച് നടക്കുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടാവും. So that is what Dr. APJ Abdul Kalam is mentioning here. He says that your parents asked you to be like the neighbors' children. അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ പോലെ ആവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അല്ലേ? Isn't it? ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കത് എന്തായാലും മനസ്സിലാവും, right? So we'll move on. When you go to school, your teacher says, why don't you become like the first 5 rankers in the class? അടുത്ത
അല്ല ആദ്യത്തെ 5 റാങ്കിൽ എത്തിയ കുട്ടികളെ പോലെ നിങ്ങൾക്കും എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് ആര് പറയുന്നുണ്ട്? ടീച്ചേഴ്സ് പറയും. കുറച്ച് പഠിക്കാൻ മോശമായിട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കുട്ടി ഉണ്ടെങ്കിൽ അവരോട് പറയും നിങ്ങൾക്കൊക്കെ ഒരേപോലത്തെ ക്ലാസ് തന്നെയല്ലേ ഞാൻ എടുത്തു തരുന്നത്, ഇവിടെ ഇരുന്ന് സെയിം ക്ലാസ് അല്ലേ ഞാൻ പറയുന്നത്, പക്ഷെ നിനക്ക് എന്താ പഠിക്കാൻ ഇത്ര ഇത്, നിനക്ക് എന്താ മാർക്ക് വാങ്ങിക്കാൻ ഇത്ര പ്രയാസം എന്നുള്ളത് അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടാവുമായിരിക്കും. അപ്പോഴും ടീച്ചേഴ്സ് പോലും എന്താ പറയുന്നത്? യു ബി ലൈക്ക് എവ്രിബഡി എൽസ്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ തന്നെ ആവുക, അല്ലെങ്കിൽ മറ്റേ കുട്ടിയെ പോലെ ആവുക, ആ കുട്ടീനെ പോലെ ആവുക എന്ന് തന്നെയാണ് അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദോ നമ്മുടെ യൂത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദോ ദ യൂത്ത് വാണ്ടഡ് ടു ബി യുണീക്ക്, യൂത്തിന് യുണീക്ക് ആവണം എന്നുണ്ടെങ്കിലും അതിനൊരു ഗ്യാപ്പ് ആര് തരുന്നില്ല? പേരൻസ്, ടീച്ചേഴ്സ്, ദാറ്റ് മീനിങ് the whole world, അല്ലേ? they wanted us to be everybody else. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആ everybody else എന്നുള്ളത് സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തത് നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ കറക്റ്റ് അങ്ങനെ എഴുതാം അല്ലേ? the whole world wanted you to be everybody else എന്നുള്ളത് ആ സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ ഉള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. now we'll move on. Wherever you go, people say you have to be somebody else or everybody else. Now, dear young friends, how many of you would like to be unique yourself? ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ how many of you like to be unique yourself? ഞാൻ നിങ്ങളോട് ഈ question ചോദിച്ചു കഴിഞ്ഞാൽ how many of you would like to be unique yourself? Please give me a thumbs up or raise your hands. How many of you wanted to be unique? Is there any? Me. Okay. Hashir wanted to be unique. Is there anyone else? Aman, Amna, Mehfil, Nasin, Adina, Sitara, Aditya, Archana, Lalu, Sneha, Nita, Alan. Okay. Everyone wanted to be unique. പക്ഷെ എന്താ പ്രശ്നം? നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടില്ലേ? നിങ്ങളോടത്ത് somebody else ആവാൻ പറഞ്ഞിട്ടുണ്ടോ? yes yes yeah yes. അപ്പൊ എന്ത് ചെയ്യാ? അത് വല്ലാണ്ട് നിങ്ങൾ മൈൻഡ് ആക്കൊന്നും വേണ്ട, ട്രൈ. പക്ഷെ അന്ന് വെച്ചിട്ട് നിങ്ങൾ യുണീക്ക് ആവുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോന്നിയ പോലെ നടക്കൊന്നും അല്ല. you have to take it in a very positive sense, അല്ലേ? isn't it? you have to take it very positively. be unique by your achievements. നിങ്ങളുടെ നേട്ടങ്ങൾ കൊണ്ട്, അച്ചീവ്മെന്റ്സ് കൊണ്ട്, സക്സസ് കൊണ്ടാവണം നിങ്ങൾ യുണീക്ക് ആവേണ്ടത്, അല്ലേ? അല്ലാതെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വ്യത്യസ്തമായിട്ട് ജീവിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാരെങ്കിലും അംഗീകരിച്ചു തരോ? ഇല്ല. അതെപ്പോഴും നെഗറ്റീവ് ആയിട്ട് തന്നെ കിടക്കുള്ളൂ. നമ്മൾ നല്ല അച്ചീവ്മെന്റ്സ് സക്സസ്സിൽ എത്തിക്കൊണ്ട് വേണം നമ്മൾ എപ്പോഴും യുണീക്ക് ആവാൻ വേണ്ടിയിട്ട്. so the challenge, my dear young friends, is that you have to fight the hardest battle which any human beings can ever imagine, and never stop fighting until you arrive at your destined place. that is a unique you എന്നാണ് പറയുന്നത്. so ഇങ്ങനെയൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെ യുണീക്ക് ആയി നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? you have to be into a battle. നിങ്ങൾ ഒരു യുദ്ധകളത്തിലേക്ക് ഇറങ്ങുന്ന പോലെ നിങ്ങൾ ഇറങ്ങണം. പക്ഷെ എങ്ങനത്തെ യുദ്ധമാണിത്? you have to fight the hardest battle. നിങ്ങൾക്ക് അത്രയും പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു ബാറ്റിൽ ആയിരിക്കും അത്, which any human being can ever imagine. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും പ്രയാസമേറിയിട്ടുള്ള ഒരു കടുത്ത മത്സരമാണ് അവിടെ സംഭവിക്കുന്നത്. and never stop fighting until you arrive. അവിടേക്ക് നിങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആ ബാറ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും you should not stop in between. never stop fighting. you should not stop fighting until you reach your destined place. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പൊസിഷനിലേക്ക്, ആ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തുന്നത് വരെ you are not supposed to stop your fight and take rest. നിങ്ങൾ എന്ത് ചെയ്യണം? റെസ്റ്റ് എടുക്കരുത്. you have to work hard, try hard, fight until you reach that destined place. that is a unique you. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു എവിടെ എത്താൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്? you can reach the unique you എന്ന് പറയുന്നത്. is that clear? so here Dr. APJ Abdul Kalam is giving the students, giving the youth the idea that to become successful, the first and the foremost thing is to become unique, to become you. പക്ഷെ unique you എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാൻ എളുപ്പമാണെന്ന് പറയുന്നുണ്ടോ?
ഇല്ല. It is the toughest battle that even a human being can never imagine. മനുഷ്യന് ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത അത്രയും toughest battle ആണ് ഈ unique you ആവുക എന്ന് പറയുന്നത്. കാരണം എന്താണ്? The whole world is telling us to be everybody else. മറ്റുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നമ്മുടേതായ achievements ഒക്കെ നമ്മൾ നേടിയെടുത്ത് we have to choose the right path. correct വഴികളൊക്കെ സ്വീകരിച്ച് നമ്മൾ എത്തുമ്പോഴേക്കും എന്താണ് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇല്ല എനിക്ക് പറ്റുന്നില്ല മതിയായി ഇനി എനിക്ക് കഴിയില്ല എന്നൊക്കെ വിചാരിച്ച് ആ ഫൈറ്റിംഗ് ഒക്കെ അവിടെ നിർത്തി വെച്ചാൽ will we get the unique you? എത്താൻ പറ്റുമോ? no, we will not reach there. അപ്പൊ unique you ൽ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ സക്സസിൽ എത്തണം എന്നുണ്ടെങ്കിൽ അത് unique you ആവണം. ഈ unique you ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്? we have a lot more procedures before, അല്ലെ? അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്ന് എത്താനുണ്ട്. അതിനെല്ലാം തളരാതെ with confidence, with courage, with the potential, with the wings that you are born with, you have to fly high എന്നാണ് ആര് പറയുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ സ്പീച്ചിൽ പറഞ്ഞു നിർത്തുന്നത്. Is that clear to each one of you? Okay, so I think you have understood the chapter. It's a simple chapter. നിങ്ങൾ വായിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇത് മൊത്തം ഈ ഒരു ചാപ്റ്റർ മൊത്തം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മോട്ടിവേഷൻ, അല്ലെ? ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങളെ തന്നെ ഫ്രണ്ടോട്ട് പുഷ് ചെയ്യുന്നു, നിങ്ങളെ തന്നെ മുന്നോട്ട് വരാൻ വേണ്ടി പുഷ് ചെയ്യുന്നത് പോലെ ഉണ്ടാവും. Do you feel like that? Yeah. So read the chapter once or twice or thrice. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ when you feel the lack of confidence, the lack of energy, you have to you just remember those lines and all. Okay, ഇത് മനസ്സിരുത്തി ഒന്ന് നന്നായിട്ട് വായിക്കുക. അതിൽ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുമ്പോൾ of course it will give a motivation, it will give you the spark to work hard. Okay, so I think that is for today. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതുവരെയുള്ള ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. You go home after the class, you have to read these. Okay, പിന്നെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വർക്ക് സബ്മിറ്റ് ചെയ്യാത്തവർ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അത് എഴുതി സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആക്ടിവിറ്റീസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുക. ടെക്സ്റ്റിൽ എഴുതാനുള്ളത് ടെക്സ്റ്റിലും നോട്ടിൽ എഴുതാനുള്ളത് നോട്ടിലും എഴുതി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലെ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ആക്ടിവിറ്റീസ് ഇല്ലേ, ആക്ടിവിറ്റി നമ്പർ 1, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസിന് എല്ലാത്തിനും കൂടെ ആയിട്ട് ഒറ്റ ആൻസർ എഴുതുക. ഒറ്റ ആൻസർ എന്ന് പറയുന്നത് 1 or 2 പാരഗ്രാഫ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് അതിനുള്ള ആൻസർ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതുക. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർ യു കോൺഫിഡന്റ് enough to ask question or express your views in public? Have you ever felt inferior to others in any way? How can you overcome your fear or inhibition? What is your ambition in life? Are you confident that you can fulfill your dreams? How do you think you can attain your goals? ഇങ്ങനെ കുറച്ച് questions ആണ് അതിനകത്തുള്ളത്. So you have to do this activity as homework. ഇതിന്റെ ആൻസേഴ്സ് എല്ലാം കൂടെ ഒറ്റ പാരഗ്രാഫിൽ ആക്കിയിട്ട് എഴുതിയാൽ മതി. ഒന്നോ രണ്ടോ പാരഗ്രാഫിലായിട്ട് ഷോർട്ട് ആൻസർ ആക്കി എഴുതുക. Okay, this you have to send to me. ഇത് നിങ്ങൾ എഴുതിയിട്ട് സെൻഡ് ചെയ്തു തരണം. Okay, കഴിഞ്ഞ ദിവസത്തെ പോലെ 6 പേരുടെ റെസ്പോൺസ് അല്ല എനിക്ക് വേണ്ടത്. I want the whole students response. Is that clear? Okay, fine. So I think we will wind up the session. നിങ്ങൾ left ആവരുത്. Anas sir want to communicate something with you. Okay, I'll hand over to Anas sir.